നമസ്കാരം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ ഈ വിധിന്യായം വന്നതിന് ശേഷമാണ് ആളുകളിലേക്ക് എത്തുന്നത്. ദിലീപിനെതിരെ കെട്ടിച്ചമച്ച കേസുകളാണ് അല്ലെങ്കിൽ തെളിവുകളാണ് ഉള്ളത് എന്നുള്ളത് ഈ വിധിന്യായം വായിച്ച ഓരോ ആളുകൾക്കും അറിയാം. ഇപ്പോഴും പല ആളുകളും പറയുന്നുണ്ട് കോടതിയെ വിലക്കെടുത്തു, മറ്റുള്ളവരെ വിലക്കെടുത്തു, തെളിവുകൾ കണ്ടില്ല, തെളിവുകൾ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വ്യക്തമായ രീതിയിലുള്ള കോടതി വിധി 1600 പേജുള്ള കോടതി വിധി ഒന്ന് എടുത്ത് അത് ആ മൊത്തം ഒന്നും വായിക്കണ്ട, ദിലീപിന്റെ ഭാഗം മാത്രം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. എന്താണ് തെളിവ് നശിപ്പിക്കപ്പെട്ടത്, ഏത് തെളിവാണ് നശിപ്പിക്കപ്പെട്ടത്, എന്താണ് തെളിവ് കൊടുത്തത്, ദിലീപിനെ പ്രതിയാക്കുന്ന എന്ത് തെളിവായിരുന്നു ഉണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ചില ആളുകൾ പറയുന്നത് തെളിവൊന്നുമില്ലെങ്കിലും വേണ്ട, എല്ലാം ചെയ്ത് ദിലീപാണ്, ദിലീപിനെ തൂക്കിക്കൊല്ലണം. ഇതാണ് ചില ആളുകളുടെ നിലപാട്. എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല, എങ്ങനെ പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പൊ തിരിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് ദിലീപ് ചെയ്ത തെറ്റെന്താണ്, ദിലീപ് ചെയ്ത തെറ്റിലേക്ക് എത്തുന്ന പ്രശ്നങ്ങൾ എന്താണ്, പോലീസ് കണ്ടെത്തിയ തെളിവ് എന്താണ്? അപ്പൊ പോലീസ് അങ്ങനെ പറഞ്ഞു, പോലീസ് ഇങ്ങനെ പറഞ്ഞു, പോലീസ് അത് പറഞ്ഞു, പോലീസ് ഇത് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഈ പോലീസ് പറയുന്നതാണോ ശരി, കോടതി കണ്ടെത്തുന്നതാണോ ശരി എന്നുള്ളത് രണ്ട് ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ പോലീസ് പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണ് കോടതി ചെയ്യുക. ഇതിൽ സാമാന്യമായിട്ട് നമ്മളിപ്പോൾ ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ ആ പ്രതിയെ കൃത്യമായി കോടതിക്ക് മുന്നിൽ ഹാജരാക്കുകയും കുറെ അധികം തെളിവുകൾ ആ പ്രതിക്കെതിരെ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ കുറെ അധികം തെളിവുകൾ ഉണ്ടാവുകയും ചില തെളിവുകൾ തമ്മിൽ യോജിക്കുന്നില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകിയിട്ട് ആ ചങ്ങല, കൃത്യമായിട്ടൊരു ചങ്ങലയുണ്ട്, ആ എവിഡൻസിന്റെ ചങ്ങലയിൽ എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റിയാൽ, ഒരു താളപ്പിഴവ് പറ്റിയാൽ ആ പ്രതി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ ദിലീപ് കേസിൽ അതൊന്നുമല്ല ഉണ്ടായത്. ഒരു പ്രാഥമികമായ എവിഡൻസ് പോലും ദിലീപിനെതിരെ ഇല്ല. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണത്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, ഈ പ്രാഥമികമായ എവിഡൻസ് പോലും ദിലീപിനെതിരെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ തെളിവുകളായിട്ട് അടച്ചിട്ട മുറിയിലാണ് ഈ പറയുന്ന പോലെ ഇതിന്റെ വാദങ്ങളൊക്കെ നടന്നത്. അന്ന് മാധ്യമങ്ങളൊക്കെ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അതായത് പ്രതിഭാഗത്തിനെതിരെ പറയുന്ന കാര്യങ്ങൾ, അതിജീവിത പറയുന്ന കാര്യങ്ങൾ, പോലീസ് ചോർത്തി കൊടുക്കുന്ന കഥകൾ, ഇതൊക്കെ മാത്രമാണ് മാധ്യമങ്ങൾ അന്നും ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് അത് മാത്രമാണ്. ആ ജാള്യത മറയ്ക്കാൻ, അന്ന് ദിലീപിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ജാള്യത മറയ്ക്കാൻ ഇന്ന് കോടതി വിധി പോലും അംഗീകരിക്കില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ മീഡിയ വണ്ണിലെ നിഷാദ് റാവുത്തർ എന്ന് പറയുന്ന ആൾ പറയുന്നത് കേട്ടു, എവിടെന്നെങ്കിലും ഒരു കോടതി വിധിയും കൊണ്ട് വന്നാൽ ദിലീപ് അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതിയോ? ഇവനോടൊക്കെ പറയേണ്ട മറുപടി വേറെയാണ്. അത് ഒരു പൊതു ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല എന്ന് മാത്രമാണ്. എവിടെയെങ്കിലും നിന്ന് കൊണ്ടുവന്ന കോടതി വിധിയാണോ നിഷാദ് റാവുത്തറെ ഇവിടെ ഉണ്ടായത്? 8 കൊല്ലം പോലീസും സർക്കാരും മാധ്യമങ്ങളും എല്ലാം കൂടെ വിചാരണ നടത്തി തെളിവുകൾ ഉണ്ടാക്കി, കോടതിയിൽ തെളിവ്, ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് കുറ്റപത്രവും സമർപ്പിച്ചതിന് ശേഷം വീണ്ടും കള്ളക്കേസ് ഉണ്ടാക്കി, ദിലീപിനെ വധിക്കാനാണെന്ന് പറഞ്ഞ പേര് കള്ളക്കേസ് ഉണ്ടാക്കി, അതിന്റെ പേരിൽ വീണ്ടും അന്വേഷണം നടത്തി, ബാലചന്ദ്രകുമാറിനെ വിളിച്ച് അന്വേഷണം നടത്തി. ഈ അന്വേഷണങ്ങൾ എല്ലാം നടത്തി വീണ്ടും 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 ക്രോസ് ചെക്കും എക്സാമിനേഷനും നടത്തിയ ഒരു കേസിനകത്ത് എവിടെന്നോ എന്ന് വന്ന ഒരു കോടതി വിധി എന്ന് പറയാൻ നാണമില്ലേ എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അത് ഈ വ്യക്തിപരമായ അഭിപ്രായത്തിന് പുറത്തല്ല, അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് പുറത്താണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. നാണക്കേട് മറയ്ക്കാൻ എന്തും ചെയ്യും. അപ്പോൾ ആ തരത്തിൽ ഓരോന്നായി എല്ലാ തെളിവുകളും, ഈ പറയുന്ന ശബ്ദരേഖയിൽ ഉണ്ടാകുന്ന ദൃശ്യങ്ങൾക്ക് പുറത്ത് ദിലീപിന്റെ വീട്ടിൽ നിന്ന് ഈ പൾസർ സുനിയെ കണ്ടു എന്ന് ഒരാൾ മൊഴി കൊടുത്തിരുന്നു. അയാളുടെ പേര് ഞാൻ പറയുന്നില്ല. എന്തായാലും അതും കള്ളമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കള്ളമൊഴി കൊടുക്കുന്നത്? അപ്പോൾ പൾസർ സുനി ഗോവയിലായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ പല കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടു. ഈ തോപ്പുംപടിയിലെ ഗൂഢാലോചന, ജോയ് പാലസിലെ ഗൂഢാലോചന, നേരെ മറിച്ച് ഇടുക്കിയിൽ പോയി അവിടെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ആ സമയത്ത് ഉണ്ടായിരുന്ന ഗൂഢാലോചന, ഇതെല്ലാം പൊളിഞ്ഞാടി. ഇതൊക്കെ ചുമ്മാ അടിച്ചങ്ങിറക്കുകയായിരുന്നു. അതായത് ദിലീപിനോട് ദേഷ്യമുള്ള ആളുകളെ കൊണ്ടൊക്കെ വന്ന് കള്ളമൊഴി കൊടുപ്പിച്ചു. അപ്പോ പരസ്പരം കള്ളമൊഴി കൊടുത്ത് അത് തന്നെ വിരുദ്ധമായി വരുന്ന ഒരു കാഴ്ച അവിടെ കണ്ടു. ഞാൻ പറയാൻ പോകുന്നതല്ല, ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന മനുഷ്യനെ ഇറക്കി അയാൾ കൊടുത്തിട്ടുള്ള ചില ശബ്ദരേഖകൾ കൃത്യമായി ഈ പറയുന്ന ചാനലുകളിലൊക്കെ ഇട്ട് കണ്ട്, ആ ചാനലുകളിൽ ആ ശബ്ദരേഖകളൊക്കെ പ്രചരിപ്പിച്ച്, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ വിളിച്ചിരുത്തി വലിയ എന്തോ സംഭവം തന്റെ കയ്യിലുണ്ട് എന്ന മട്ടിൽ അത് പ്രചരിപ്പിച്ച് റിപ്പീറ്റായിട്ട് കേട്ട് കൂട്ടത്തിലിട്ട് തട്ടണം, 8 തട്ടണം. പിന്നെ അതുപോലെ തന്നെ ഈ ഗൂഢാലോചന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ പോയി അത് കണ്ടു, ഈ ദൃശ്യങ്ങളിൽ അങ്ങനെയാണുള്ളത് എന്നൊക്കെയുള്ള ചില വാക്കുകൾ എടുത്തുകൊണ്ട് ദിലീപിനെതിരെ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ദിലീപ് ഇത് ദൃശ്യം വീട്ടില് കുടുംബാംഗങ്ങളോടൊപ്പം നടിയെ ആക്രമിക്കുന്ന ദൃശ്യം കണ്ടു എന്നൊക്കെയായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞത്. പക്ഷേ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആൾ വെറും ഫ്രോഡാണ്.
അദ്ദേഹം മരിച്ചുപോയി, എന്നാൽ പോലും മരിച്ചുപോയാലും മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല എന്നൊരൊറ്റ കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇതിവിടെ പറയാതിരിക്കാൻ കഴിയില്ല. സ്വന്തമായി കൂടെ നിർത്തി കൊണ്ടു നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു മനുഷ്യനെതിരെ കള്ളത്തെളിവുണ്ടാക്കി പണത്തിന് വേണ്ടി അയാളെ ഒറ്റാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ അങ്ങനെ തന്നെ വിളിക്കാതിരിക്കാൻ ഒരു രക്ഷയുമില്ല. അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, എന്റെ പേഴ്സണൽ അഭിപ്രായമല്ല. ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന മനുഷ്യനെ പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിന്റെ കാരണം വ്യക്തമായി ശ്രീജിത്ത് മണിക്കർ തന്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബാലചന്ദ്രകുമാർ ഒരു തനി ഫ്രോഡായിരുന്നു ഈ കാര്യത്തിൽ. ഏത് കാര്യത്തിൽ? ഈ നടിയെ ആക്രമിച്ച കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഫ്രോഡിൻ്റെതായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ബാലചന്ദ്രകുമാർ കൊടുത്ത വോയിസ്, ആ വോയിസ് യഥാർത്ഥത്തിൽ റെക്കോർഡ് ചെയ്ത സിസ്റ്റം ലാപ്പ് ഏതായിരുന്നു അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് മറ്റൊരു ലാപ്പിലേക്ക് ഇത് ഫോർവേഡ് ചെയ്ത് അവിടെ നിന്ന് മറ്റൊരു ലാപ്പിലേക്ക് ഫോർവേഡ് ചെയ്ത് 3ഓളം ലാപ്പിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അസ്യൂസിന്റെ അതുപോലെ തന്നെ മറ്റു 2 കമ്പനികളുടെ ലാപ്പിലേക്ക് അത് ഫോർവേഡ് ചെയ്ത് അവിടെ നിന്ന് CD-യിലാക്കി, അവിടെ നിന്ന് മറ്റൊരു മെമ്മറി കാർഡിലാക്കി അത് കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് FSL ലാബിൽ കൊടുത്തു. FSL ലാബിൽ കൊടുത്തപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് വന്നത് ഇത് എഡിറ്റഡ് ആണ് എന്നുള്ള കൃത്യമായ റിപ്പോർട്ട് വന്നു. അതിന്റെ ഒപ്പം തന്നെ ഇതിലെ ശബ്ദരേഖകൾ, ഈ ശബ്ദരേഖകൾ റിപ്പീറ്റായിട്ട്, അതായത് റിപ്പീറ്റായിട്ട് ഒരേ ശബ്ദം തന്നെ ഒരു 2 മിനിറ്റുള്ള ശബ്ദത്തെ ഇങ്ങനെ കൊണ്ടുപോയി അതിൽ നിന്ന് മുറിച്ച് ആ 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇട്ട്, അതിൽ നിന്ന് മുറിച്ച് വീണ്ടും ഇട്ട്, അതിൽ നിന്ന് മുറിച്ച് വീണ്ടും ഇട്ട്, ഇങ്ങനെ എന്താണ് വളരെ കൃത്യമായി ചെയിനായിട്ട് ഒരേ ശബ്ദരേഖയെ റിപ്പീറ്റായിട്ട് പല സ്ഥലത്ത് അനുയോജ്യമായ പല രീതിയിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ഈ പ്രോസിക്യൂഷന്റെ വാദത്തെ പ്രതിഭാഗം അവിടെ പൊളിച്ചടക്കി. അതിലേറെ ഞെട്ടിക്കുന്ന കാര്യം, ഗവൺമെന്റ് ലാബ് FSL ലാബിൽ ഉള്ള ഉദ്യോഗസ്ഥൻ പോലീസിന് അനുകൂലമായിട്ട് അവിടെ മൊഴി പറഞ്ഞു. പോലീസിന് അനുകൂലമായി മൊഴി പറഞ്ഞു. അപ്പോൾ അവിടെ ക്രോസ് വിസ്താരം നടന്നു. ക്രോസ് വിസ്താരം നടന്നപ്പോൾ പ്രതിഭാഗം അതിനെ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു. അത് അവിടെ കോടതിയിലിട്ട് റെക്കോർഡ് ഇട്ട് കേൾപ്പിച്ചു. ജഡ്ജിന്റെ സമീപം കേൾപ്പിച്ച് ഇതിൽ റിപ്പീറ്റ് വരുന്ന ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കേൾപ്പിച്ചപ്പോൾ ഈ FSL ഉദ്യോഗസ്ഥൻ പറയാണ്, അതെനിക്ക് ഓർമ്മയില്ല, അതെനിക്ക് അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് പോലീസിന് വേണ്ടി കള്ളപ്പണി എടുത്തു എന്ന് തന്നെയാണ് പച്ച മലയാളം. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ, ഈ പറയുന്ന വോയിസ് ക്ലിപ്പിലെ കാര്യങ്ങൾ പൊട്ടി. രണ്ടാമത്തത്, ഈ വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുള്ള യഥാർത്ഥ, അതായത് റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള ലാപ്പ്, ഈ നടി ആക്രമിച്ച ദൃശ്യങ്ങൾ അവിടെ കണ്ടു, അപ്പം താൻ അത് കണ്ടില്ല, താൻ അതിൽ എന്താണ് ക്ഷമിക്കണം എന്ന വാക്ക് കേട്ടു എന്നൊക്കെ ബാലേന്ദ്രകുമാർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ ലാപ്പ് എവിടെ പോയി എന്ന് കോടതി ചോദിച്ചപ്പോൾ അത് നശിച്ചുപോയി, അത് വല്ലാത്ത രീതിയിൽ നശിച്ചു പോയത് കൊണ്ട് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പോൾ അതിന്റെ എന്തെങ്കിലും രേഖകളുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ രേഖകളുണ്ടോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് നന്നാക്കാൻ കൊടുത്ത, അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്ത കടയിലെ ആളെ വിളിച്ചു വരുത്തി അതിലെ സമ്മറി, ഇത് റിപ്പയർ സമ്മറി എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിലുള്ളത് എന്താണെന്നറിയോ? അതിലുള്ളത് യൂട്യൂബ് ആപ്പ് വർക്ക് ചെയ്യുന്നില്ല, അത് നന്നാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ മഹാൻ അവിടെ കൊണ്ടുപോയി ഇത് കൊടുത്തിരിക്കുന്നത്. ആലോചിക്കൂ, എത്രമാത്രം ക്രൂരമാണിത്. അതായത് ഇത് മൊത്തത്തിലെ നശിച്ചു പോയത് കൊണ്ടാണ് ഇത് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അല്ല, ഒരു യൂട്യൂബ് ആപ്പ് അവർ വർക്കാവുന്നില്ല, അത് നന്നാക്കണം, അത് നന്നാക്കി അവർ തിരികെ കൊടുക്കുകയും ചെയ്തു. അപ്പൊ കോടതി ചോദിച്ചു, നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു, യഥാർത്ഥത്തിലുള്ള സിസ്റ്റം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, തിരിച്ചെടുക്കാനാവാത്തത് നശിച്ചുപോയി എന്നാണ് ബാലചന്ദ്രകുമാർ അവിടെ പറഞ്ഞത്. അതിൽ വിചാരണ കോടതിക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ തന്നെ അത് കള്ളമാണ് എന്ന് മനസ്സിലാവും. കാരണം ഒറിജിനൽ ഇത് റെക്കോർഡ് ചെയ്ത സിസ്റ്റം കയ്യിൽ കിട്ടിയാൽ ഈ ബാലചന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലാവും. കാര്യം ഇതിൽ നിന്ന് എഡിറ്റഡ് ആണ് എന്നുള്ളത് ഇവിടെ കണ്ടെത്തി കഴിഞ്ഞു. അതിൽ മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഉള്ളത്, ബാലചന്ദ്രകുമാറിന് എന്തൊക്കെയോ മറക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് വേറെ ഫോർവേഡ് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അപ്പം അതവിടെ പൊളിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ബാലചന്ദ്രകുമാറിന്റെ കാര്യത്തിൽ ഈ കണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ബാലചന്ദ്രകുമാറിന്റെ മറ്റൊരു കാര്യമുണ്ട്. ഈ ദിലീപിന്റെ വീട്ടിൽ പോയി, ദിലീപിന്റെ വീട്ടിൽ നിന്ന് താൻ അവിടെ ഒരു ഗൃഹപ്രവേശന സമയത്ത് പോയി എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗൃഹപ്രവേശം എന്ന് പറയുന്ന സമയം ആ ഡിസംബർ മാസം 25-ാം തീയതി ദിലീപിന്റെ വീട്ടിൽ നടന്നിട്ടില്ല. മാത്രവുമല്ല 26-ാം തീയതി താൻ അങ്ങോട്ട് വന്നോട്ടെ, ഒന്ന് കാണാൻ സമയം ഉണ്ടാകുമോ എന്നൊക്കെയാണ് അനൂപിനയച്ച, അതായത് ദിലീപിന്റെ സഹോദരൻ അനൂപിനയച്ച മെസ്സേജ് സഹിതം പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അങ്ങനെയാണ് അവിടെ നടന്നത് എന്നും അവിടെ ആ തരത്തിലൊരു എന്താണ് ഈ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിട്ടില്ല എന്നും, ആരും അറിയാതെ ദിലീപിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടക്കില്ലല്ലോ. അപ്പോൾ അത് തെറ്റാണ് എന്നും കൃത്യമായി ബോധ്യപ്പെട്ടു. അത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് മൊഴിമാറ്റാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. പിന്നീട് ഇയാൾ പറഞ്ഞ കാര്യം, അവിടെ ദിലീപിന്റെ വീട്ടിലെ കെയർടേക്കറായിട്ടുള്ള ദാസൻ തന്നോട് പറഞ്ഞു, ഇങ്ങനെ ചില സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതും
പ്രതിഭാഗം പൊളിച്ചു. അതായത് കൃത്യമായി ദാസൻ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പോയത് ഈ സംഭവം നടക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ബാലചന്ദ്രകുമാറിനോട് മാസങ്ങൾ കഴിഞ്ഞ്, അതായത് ദാസൻ പോയി കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കാര്യം എങ്ങനെ ബാലചന്ദ്രകുമാറിനോട് പറയും എന്ന ചോദ്യത്തിന് ബാലചന്ദ്രകുമാറിന് മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രകുമാർ ആ മൊഴി പിന്നീട് മാറ്റി പറയാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് കോടതിയിൽ പൊളിഞ്ഞു. ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് കൃത്യമായി ആ സമയത്ത് അവിടെ അത്തരത്തിലൊരു ഗൃഹപ്രവേശന ചടങ്ങ് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ല, അത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ സമ്മതിക്കേണ്ട അവസ്ഥ വന്നു. ഇത് വലിയ രീതിയിൽ ഫ്രെയിം ചെയ്തു. ഇങ്ങനെ ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അടുക്കി വെച്ച് ഫ്രെയിം ചെയ്ത് കള്ളക്കഥ ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊക്കെ വ്യക്തമായി ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോയിലുണ്ട്, പോയി കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാലചന്ദ്രകുമാറിനെ ഇറക്കിയത് ആരാണ്? അതിനും ഒരു തെളിവ് കോടതിയിൽ വന്നിട്ടുണ്ട്. ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ ഇറക്കിയതിന് പോലീസാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവ് അതിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം മുതലേ പറയുന്നു, പോലീസ് എല്ലാം ഫ്രെയിം ചെയ്തു, അവസാനം ബാലചന്ദ്രകുമാറിനെയും ഫ്രെയിം ചെയ്തു. ബാലചന്ദ്രകുമാറിന്റെ പുറകിൽ ആരാണ് എന്നൊക്കെയുള്ളത് കണ്ടെത്തേണ്ടതാണ്. ഒപ്പം സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന അനന്തഭദ്രത്തിന്റെ ഒക്കെ റൈറ്റർ ആയിട്ടുള്ള സുനിൽ പരമേശ്വരന്റെ അടുത്ത് എന്റെ കയ്യിൽ ദിലീപിനെതിരെ വലിയ തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് പോവുകയും ആട്ടിവിടുകയും ചെയ്ത കാര്യമൊക്കെ സുനിൽ പരമേശ്വരൻ പറഞ്ഞിട്ടുണ്ട്. പണമാണ് തനിക്ക് ആവശ്യം. പിന്നീട് ചില ചാനലുകൾക്ക് ഇയാൾ ഇമെയിൽ അയക്കുന്നുണ്ട്. ഇമെയിൽ അയച്ചിരിക്കുന്നത് എന്റെ കയ്യിൽ നിർണായകമായ സ്ഫോടനാത്മകമായുള്ള ചില വിവരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈ ചാനലുകൾക്ക് ഇമെയിൽ അയക്കുന്നു. ആ ഇമെയിൽ അയച്ചത് ഈ പറയുന്ന ദാസൻ എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിലൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം ഉണ്ട് എന്ന് പറയുന്നതിന് തലേന്നാണ്. അതായത് ശ്രദ്ധിക്കണം, ഇവിടെ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണല്ലോ ഈ പറയുന്ന റെക്കോർഡിംഗ് ഒക്കെ നടന്നത്. എന്നാൽ അങ്ങനെ പറയുന്നതിനും ഒരു ദിവസം മുമ്പ് ഈ മാധ്യമങ്ങൾക്കെല്ലാം ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഇതെന്താണ്? ടൈം ട്രാവലിംഗ് ആണോ? ടൈം ട്രാവൽ നടത്തുന്ന ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. 2017 റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് 2021 റെക്കോർഡ് ചെയ്തത് എന്നുള്ളത് ലാബ് ടെസ്റ്റിൽ തെളിയുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ. ഇനി ഏറ്റവും അവസാനമായി പോലീസാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുന്ന നിർണായകമായ കാര്യമുണ്ട്. ആദ്യം പരാതി കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ബാലചന്ദ്രകുമാർ പരാതി കൊടുക്കുന്നു. ബാലചന്ദ്രകുമാർ ഒരു DTP ചെയ്യുന്ന ആളുടെ സഹായത്തോടു കൂടി പരാതി തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ ബാലചന്ദ്രകുമാറിന്റെ ഒരു പരാതി തയ്യാറാക്കി ആ DTP അടിക്കുന്ന ആളുടെ അടുത്ത് പരാതി തയ്യാറാക്കിയതിനു ശേഷം അത് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുത്ത് അവിടെ നിന്ന് വേറൊരാൾ വഴി അത് ഈ DTP എടുക്കുന്ന ആളിന്റെ മൊബൈലിലേക്ക് വാട്സപ്പിൽ ഒരു DTP ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി വിശദമായിട്ടുള്ള ഒരു പരാതി വരുന്നുണ്ട്. ആ പരാതി ആരാണ് കൊടുത്തതെന്നറിയോ? ആ പരാതി എഴുതി അയച്ചത് ഒരു സിവിൽ പോലീസ് ഓഫീസറാണ്. ആലോചിക്കണം, ഈ ബാലചന്ദ്രകുമാറിന്റെ പരാതി എഴുതാനേ ഒരു സിവിൽ പോലീസ് ഓഫീസർ ഇരിക്കുകയാണ്. ഇപ്പൊ സംഗതി മനസ്സിലായോ? അതായത് ഒരു പോലീസ് ഓഫീസർ ഈ കൃത്യമായി വാട്സപ്പിലൂടെ പരാതി ഈ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി അയച്ചു കൊടുക്കുകയാണ്. പോലീസ് കൃത്യമായി പരാതി ഉൾപ്പെടെ ഉണ്ടാക്കിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറി മുഖ്യമന്ത്രി കൊണ്ട് അന്വേഷണം പ്രഖ്യാപിപ്പിച്ചു. ഇത് കോടതിയിൽ വ്യക്തമായി. അവിടെ തന്നെ മനസ്സിലാക്കണം, അന്വേഷണ സംഘം കൃത്യമായി ദിലീപിനെതിരെ ഒരു സാക്ഷിയെ കൂടി, ഒരു തെളിവുമില്ലാത്തത് കൊണ്ട് വീണ്ടും കള്ളങ്ങൾ പറയാൻ വേണ്ടി വീണ്ടും ഒരു സാക്ഷിയെ കൂടി ഉണ്ടാക്കി വെച്ചു. അതിന് നേതൃത്വം കൊടുത്തതും ഈ പോലീസ് തന്നെയാണ് എന്നതാണ് ഈ സിവിൽ പോലീസ് ഓഫീസർ അവിടെ ഇതിൽ കൃത്യമായി ഇയാളെ സഹായിച്ചത് മൂലം ഉണ്ടാവുന്നത്. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും പറയാം, പേരൊന്നും പറയണ്ട. പക്ഷെ അത് കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തു വരണം. കൊടും ചതി. ഒരു മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കി ഒരു കേസ് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാർ എന്താണ് ചെയ്യുക? ഒരു കേസ് കഴിഞ്ഞാൽ അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും പൊതുബോധത്തിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് അയാളെ കുടുക്കുക എന്നുള്ള ചില ആളുകളുടെ നിർബന്ധ ബുദ്ധി മാത്രമായിരുന്നു ഇതിൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാര്യം. അപ്പൊ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന മനുഷ്യനും വലിയ തരത്തിൽ കെട്ടിയിറക്കപ്പെട്ട വ്യക്തിയായിരുന്നു എന്നതും ഇവിടെ തെളിയുകയാണ്.